പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊച്ചിയിലെ പരിപാടികൾക്ക് തുടക്കമാകുന്നു. അദ്ദേഹം ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുത്ത് വളരെ ആവേശത്തോടെ ആരെയാണോ ചേർത്ത് പിടിക്കേണ്ടത് അവരെക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു. കടലിൻ്റെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നല്ലോ ആ പ്രസംഗം തുടങ്ങിയത്. കടലിൻ്റെ മക്കൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ജനങ്ങളാണ് എൻ്റെ ഈശ്വരൻ. അതായത് ദിനകരൻ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഞങ്ങൾ ഇരിക്കുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം തിരുത്തി, നിങ്ങളുടെ അനുഗ്രഹം എനിക്കാണ് വേണ്ടത്, ജനങ്ങളുടെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്, ജനങ്ങളാണ് എൻ്റെ ഈശ്വരൻ, ഞാൻ എത്തിയത് അനുഗ്രഹം തരാനല്ല അനുഗ്രഹം വാങ്ങാനാണ്. എത്ര ഒരു വിശ്വ നേതാവ് നോക്കൂ, ഏത് തലം വരെ ഇറങ്ങി നിന്ന് പൊതുജനങ്ങളോട് സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ ഈ പറഞ്ഞതൊക്കെയും. കേരളം എന്ന പേര് തിരുത്തി ലഭിച്ചതിന് എല്ലാ കേരളീയർക്കും ആശംസകൾ ലഭിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കൃഷ്ണരാജ, അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ധീവരസഭയുടെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് പ്രധാനമന്ത്രി നടത്താൻ പോകുന്ന റോഡ് ഷോ, അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അല്പസമയത്തിനകം പ്രേക്ഷകർ കാണുന്ന ആ വഴിയിലൂടെയാണ് പ്രധാനമന്ത്രി കലൂരിലെ രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ പുരുഷാരവത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണുവാനായുള്ള വലിയ ജനക്കൂട്ടമാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ആ റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പൈലറ്റ് വാഹനങ്ങൾ മുന്നിൽ പോകുന്നുണ്ട്. SPGയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായി തന്നെ കൊച്ചി നഗരത്തിലാകെ ഒരു വലയം പോലെ അവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. അതിന് നടുവിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നത്. പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ ഈ ധീവരസഭയുടെ സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി തിരിച്ച് കലൂർ സ്റ്റേഡിയത്തിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം യാത്ര തുടങ്ങുന്നു. അവിടെയും രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് ഇനിയും പ്രധാനമന്ത്രിക്ക് ശേഷിക്കുന്നത്. ഒന്ന്, 10,800 കോടി രൂപയുടെ സമഗ്രമായ വികസന പദ്ധതികൾ അത് പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനമായ കേരളത്തിന് സമർപ്പിക്കുകയാണ്. അതിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്, ഒപ്പം ദേശീയ പാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളുമുണ്ട്. അങ്ങനെ നാടിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് 10,800 കോടി രൂപയുടെ പദ്ധതികൾ അവിടെ പ്രധാനമന്ത്രി സമർപ്പിക്കും. ചില പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അതിനുശേഷം അവിടെ ഒരുപക്ഷെ ചെറിയൊരു പ്രസംഗം അവിടെ പ്രധാനമന്ത്രിയുടെ ഉണ്ടാകും. അതിനുശേഷമാണ് പിന്നീട് രാഷ്ട്രീയ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. NDAയുടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAയുടെ വേദിയിലേക്ക് എത്തും. 12 രാഷ്ട്രീയ പാർട്ടികൾ അടങ്ങുന്ന രീതിയിൽ NDA വിപുലീകരണം കേരളത്തിൽ നടന്നതിന് ശേഷം 2020 പോലെ മധ്യ കേരളത്തിൽ, വിശേഷിച്ച് എറണാകുളം ജില്ലയിലെ സുപ്രധാന ശക്തിയായിട്ടുള്ള 2020 ഉൾപ്പെടെ NDAയിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ NDAയുടെ ഒരു വലിയ വിശാല സമ്മേളനമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ യോഗത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം എത്തുക. വിപുലമായ പരിപാടികൾ നോക്കൂ. പൊളിറ്റിക്കലി 2 പരിപാടികൾ, ഒന്ന് റോഡ് ഷോ, മറ്റൊന്ന് NDAയുടെ കൺവെൻഷൻ. അതിനിടയിൽ വികസന പദ്ധതികളുടെ പ്രഖ്യാപനം. വളരെ കൗതുകമാണതിൽ. കാരണം രാഷ്ട്രീയമായി ഒരു വരവേൽപ്പ് കിട്ടുന്നു, അതിനുശേഷം കേന്ദ്ര പദ്ധതികൾ കേരളത്തിന് സമ്മാനിക്കുന്നു, വീണ്ടും ഒരു പൊതു രാഷ്ട്രീയ പരിപാടിയിലേക്ക് പോകുന്നു, അവിടെ ഉറക്കെ സംസാരിക്കുന്നു. വികസനം മുടക്കുന്ന ആരൊക്കെയാണ് അവിടെ പറയുന്നത്. 5,500 കോടിയിലധികം രൂപ ചെലവിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് BPCL, കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പോളി പ്രൊപ്പല്ലൻ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കൊല്ലം വെസ്റ്റ് കല്ലടയിൽ സ്ഥാപിക്കുന്ന 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കും. 2,650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മുംബൈ കന്യാകുമാരി ഇക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായുള്ള തലപ്പാടി ചെങ്കള സെഷൻ, അതായത് ദേശീയപാത 66ൻ്റെ ഭാഗമാകുന്ന 6 വരി പാതയുടെ ഉദ്ഘാടനം നിർവഹിക്കും. 2,140 കോടി രൂപ ചെലവിൽ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ 6 വരി പാതയായി നവീകരിച്ച കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകളുടെ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണ പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും. ഇതൊക്കെ കേൾക്കണം, സംസ്ഥാന സർക്കാർ ഇതൊക്കെ കേൾക്കണം. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. 2:15 മുതൽ 3:15 വരെ നീളുന്ന 1 മണിക്കൂർ നീളുന്ന NDAയുടെ കൺവെൻഷനിൽ അദ്ദേഹം സംസാരിക്കും. അപ്പോൾ വിപുലമായ പദ്ധതി പ്രഖ്യാപനമാണ്. ഇത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല. വിപുലമായ പദ്ധതി പ്രഖ്യാപനങ്ങൾ, അതായത് നടപ്പിലായത്, നടപ്പിലാകാനിരിക്കുന്നതിൻ്റെയൊക്കെ പ്രഖ്യാപനം നടത്തി അഭിമാന താരമായി തലയെടുപ്പോടെ പ്രധാനമന്ത്രി മടങ്ങും.
അപ്പോൾ നോക്കൂ എത്രമാത്രം പദ്ധതികളാണ് കേരളത്തിന് സമ്മാനിക്കുന്നത്. അത് റോഡ് മാർഗമാവട്ടെ, റെയിൽവേ പാളങ്ങളിലൂടെ ആകട്ടെ, വികസനം ഇങ്ങനെ ഇരമ്പിയാർത്ത് വരികയാണ്. വന്ദേ ഭാരതിനേക്കാൾ വേഗത്തിലാണ് കേരളത്തിൽ മോദി സർക്കാർ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും നടപ്പിലാക്കുന്നതും. അതൊരു അനസ്യൂത പ്രവർത്തനമായി ഇങ്ങനെ തുടരുമ്പോഴാണ് ഇവിടെ ഞങ്ങളെ പങ്കെടുപ്പിച്ചില്ല, ഞങ്ങളെ ക്ഷണിച്ചാൽ തന്നെ ഞങ്ങൾ വരാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ് വികൃതമായ രാഷ്ട്രീയം കളിക്കുന്നതെന്ന് ഓർക്കണം. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. യെസ്, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കൊച്ചി നഗരത്തിൽ ആരംഭിക്കാൻ പോകുകയാണ്. പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് മുന്നോടിയായി ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് റോഡിന്റെ ഇരുവശങ്ങളിലും. അല്പസമയത്തിനകം തന്നെ ആ റോഡ് ഷോ ആരംഭിക്കും. അടുത്തിടെ അദ്ദേഹം തലസ്ഥാനത്ത് അനന്തപുരിയിലെ BJPയുടെ വലിയ മുന്നേറ്റത്തിന് ശേഷം, കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം അനന്തപുരിയിൽ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു ചെറിയ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. ജനസാഗരമായിരുന്നു അനന്തപുരിയിലെന്ന് ആ റോഡ് ഷോയുടെ ഭാഗമാകാൻ എത്തിയത്. ഇതാ ഇപ്പോൾ മധ്യ കേരളത്തിൽ കൊച്ചിയിലും ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്കായി എത്തുമ്പോൾ അവിടെയും വലിയ ജനസാഗരം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. തലസ്ഥാനം തിരുവനന്തപുരം മുതൽ അങ്ങേയറ്റത്ത് കാസർഗോഡ് വരെയുള്ള 14 കേരളത്തിൻ്റെ ജില്ലകളിൽ നിന്നുള്ള BJP പ്രവർത്തകരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാനായി അറബിക്കടലിൻ്റെ റാണി എന്ന് നാം വിശേഷിപ്പിക്കുന്ന കൊച്ചി പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ റോഡ് ഷോ ആരംഭിക്കും. എങ്ങും മോദി മോദി എന്ന മുദ്രാവാക്യം വിളികളാണ്. കൃഷ്ണരാജിത, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം ഇതാ എത്തുകയാണ്. SPGയുടെ സുരക്ഷാ വലയത്തിലാണ് ആ വാഹനങ്ങൾ നീങ്ങുന്നത്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ആദ്യത്തെ വാഹനത്തിൽ തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ആ റോഡിന്റെ ഇരുവശങ്ങളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനസാഗരത്തെ കൈകൾ വീശിക്കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ ജനസാഗരത്തിന് നടുവിലൂടെ കലൂർ സ്റ്റേഡിയം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ യാത്രയാണ്. വളരെ സമഗ്രമായ റോഡ് ഷോ. എങ്ങും മോദി മോദി എന്ന മുദ്രാവാക്യങ്ങൾ അലയടിക്കുകയാണ് അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിൽ. യെസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച് അതായത് പദ്ധതികളുടെ പ്രഖ്യാപനം നടക്കുന്ന വേദി വരെ പോകുന്ന റോഡ് ഷോയാണ്. ഈ റോഡ് ഷോയ്ക്ക് ദൈർഘ്യം കുറവായിരിക്കും, പക്ഷെ എത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. കാരണം ഇപ്പോൾ കിലോമീറ്ററുകൾ ഉണ്ടെങ്കിൽ അത്രയും സ്ഥലത്ത് ആളുകൾക്ക് തിങ്ങി നിറഞ്ഞു നിൽക്കാനാകും. ഇതങ്ങനെയല്ല. റോഡ് ഷോയുടെ ഏരിയ, സഞ്ചരിക്കുന്ന പാതയുടെ ദൈർഘ്യം കുറവാണ്, പക്ഷേ എത്തുന്ന ആൾക്കാരുടെ എണ്ണം ആ പ്രദേശത്തിന് താങ്ങാൻ പറ്റാത്തതിനപ്പുറമാണ്. ഈ റോഡ് ഷോയ്ക്ക് വേണ്ടി രാവിലെ 7:30 വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രമാത്രം മോദിയെ വിശ്വസിക്കുന്ന, മോദിയെ സ്നേഹിക്കുന്ന, മോദിയിൽ അർപ്പിതമായ മനസ്സുള്ളവർ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. അല്പസമയത്തിനകം റോഡ് ഷോ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. യെസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ ആരംഭിക്കും. വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി, ഒരു നോക്ക് കാണുവാനായി റോഡിന്റെ ഇരുവശങ്ങളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വിപുലമായ പരിപാടികൾ നിറഞ്ഞതാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ കൊച്ചി സന്ദർശനം. അതിൽ ആദ്യത്തെ പരിപാടി ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ധീവര സഭയുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലൂടെ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയ പ്രസംഗത്തിൽ പണ്ഡിറ്റ് കറുപ്പനെ പറ്റിയും മാതാ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അതിനുശേഷം അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി റോഡ് ഷോയാണ്.